യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ്. ഈ വചന ശുശ്രൂഷയിലേക്കും സൗഖ്യ പ്രാർത്ഥനയിലേക്കും എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമുക്കായിട്ട് ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മൾ ചിന്തിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അപ്പുറമായിട്ട് വലിയ അനുഗ്രഹങ്ങളും വലിയ നന്മകളും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. നമ്മൾ തകർന്നു പോകുന്ന അല്ലെ പോകേണ്ട നിമിഷങ്ങളിൽ കർത്താവ് തൻ്റെ കരങ്ങളിൽ നമ്മളെ താങ്ങി ഉയർത്തി. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു നഷ്ടങ്ങളും ഉണ്ടാകാതെ ദൈവം നമ്മളെ വഴി നടത്തി. ഭാരിച്ച നഷ്ടങ്ങളുണ്ടായപ്പോൾ നഷ്ടങ്ങൾക്കപ്പുറം അമർത്തിക്കുലുക്കി നിറച്ചളന്ന് കൃപകളും നന്മകൾ കൊണ്ട് നിറച്ച ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. നമുക്ക് കർത്താവിൻ്റെ വചനം ധ്യാനിക്കാം. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് യഥാർത്ഥമായ വഴികൾ കാണിച്ചു തരുന്നത്. വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ നമ്മുടെ പാതകളിൽ അത് പ്രകാശമായിട്ട് മാറുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 13-14 വചനങ്ങൾ. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ, വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിലേ കടന്നു പോകുന്നവർ വളരെ ആണ് താനും. യേശു നമ്മോട് ആവശ്യപ്പെടുകയാണ്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക. വിനാശത്തിലേക്കുള്ള വാതിൽ വിശാലമാണ്, വിസ്തൃതമാണ്. അനേകർ ആ വഴിയിലൂടെ കടന്നു പോവുകയാണ്. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുക എന്നതുകൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത്, യേശു നമുക്ക് മുൻപിൽ കാണിച്ചു തന്ന ആ ജീവിത മാതൃക, ആ കുരിശിൻ്റെ വഴി,
ആ സഹനത്തിൻ്റെ വഴി അതിലൂടെ നമ്മളും കടന്നു പോകണമെന്ന് തന്നെയാണ്. ഇടുങ്ങിയ വാതിലൂടെ കടക്കണമെങ്കിൽ ആദ്യമേ നമുക്ക് സംഭവിക്കേണ്ടത് നമ്മുടെ വണ്ണം, ശരീരത്തിൻ്റെ വണ്ണം കുറയുക എന്നുള്ളത്. വണ്ണമുള്ളവർക്ക് ഇടുങ്ങിയ വാതിലൂടെ കടന്നു പോവുക പ്രയാസമാണ്. നേരെ കയറിപ്പാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ ചരിഞ്ഞ് ഞെരുങ്ങിയൊക്കെ കടന്നു പോകാൻ സാധിക്കുമായിരിക്കാം. എങ്കിൽ പോലും ഇടുങ്ങിയ വഴിയിലൂടെ കടന്നു പോകണമെങ്കിൽ ആദ്യമേ ശരീരത്തിൻ്റെ വണ്ണം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഇടുങ്ങിയ വഴിയിലേക്ക് കയറണമെങ്കിൽ ആദ്യമേ ജഡത്തിൻ്റെ വികാരങ്ങൾ, ജഡത്തിൻ്റെ ആസക്തികൾ, ജഡമോഹങ്ങൾ, കണ്ണുകളുടെ ആസക്തി, ജഡിക താല്പര്യങ്ങൾ, അതിനെ നമ്മൾ നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുക. ആ ജഡത്തെ നിയന്ത്രിക്കാതെ ഇടുങ്ങിയ വഴിയിലേക്ക് പ്രവേശിച്ച് ആ വഴിയിലൂടെ യാത്ര ചെയ്യുക അസാധ്യമാണ്. ആ ജഡത്തിൻ്റെ നിയന്ത്രണം ഒരു ആത്മീയ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഭക്ഷണത്തോടുള്ള ആസക്തി, കണ്ണുകളുടെ ആസക്തി, ലോകമോഹങ്ങളോടുള്ള വലിയ താല്പര്യം, ധനം സമ്പാദിക്കണമെന്നുള്ള വലിയ ആഗ്രഹം, അതിനേത് വിധ തിന്മയുടെ വഴികളും തേടുക, അങ്ങനെയൊക്കെ അനേക വ്യക്തികൾ സമൂഹത്തിലുണ്ട്. നമ്മൾ അവരെയൊക്കെ കാണാറുമുണ്ട്. ആ ജഡത്തിൻ്റെ താല്പര്യങ്ങളെ നിഗനിക്കാതെ, ജഡത്തിൻ്റെ താല്പര്യങ്ങളുടെ മേൽ ആത്മാവ് വ്യാപരിക്കാതെ നമുക്ക് ഇടുങ്ങിയ വഴിയിലേക്ക് പ്രവേശിച്ച് ആ വഴിയിലൂടെ കടന്നു പോകുക സാധ്യമല്ല. ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ അത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി മാത്രമാണ് ഇടുങ്ങിയ വഴിയിലൂടെ ആത്മാവിൽ നയിക്കപ്പെടുന്നത്. വിശാലമായ വഴി അത് ലോകത്തിൻ്റെ വഴിയാണ്, അത് വിസ്തൃതമായ വഴിയാണ്, അത് സുഖത്തിൻ്റെയും ധനമോഹത്തിൻ്റെയും ജഡമോഹങ്ങളുടെയും ലോകത്തിൻ്റെ താല്പര്യങ്ങളുടെയും ഒക്കെ വഴിയാണ് വിശാലമായ വഴി. ഇന്ന് അനേകർ വിശാലമായ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഈ അടുത്ത നാളിൽ ഗൾഫിൽ ജോലി ചെയ്യുന്നൊരാൾ നമ്മുടെ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുക. അദ്ദേഹം എന്നോട് പറയുകയാണ്, ഏകദേശം 22 വർഷക്കാലം നിരന്തരമായിട്ടുള്ള ബിസിനസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഗൾഫിലായിരുന്നു. പണം സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ധാരാളമായിട്ട് പണം സമ്പാദിച്ചു, സ്വത്തുക്കളൊക്കെ ധാരാളം ഉണ്ടാക്കി. അതിനുശേഷം വീണ്ടും പണമുണ്ടാക്കുന്ന ആർത്തിയിൽ പണം മറ്റു ചില കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. എവിടെയൊക്കെ പണം നിക്ഷേപിച്ചോ അവിടെയൊക്കെ പിന്നീട് വലിയ തകർച്ചകളായിരുന്നു സംഭവിച്ചത്. ആ തകർച്ചയുടെ പരിണിതഫലം ആ മനുഷ്യൻ പറയുകയാണ്, ഉണ്ടായിരുന്ന വസ്തുക്കളും സ്വത്തുക്കളും എല്ലാം വിറ്റ് കടം വീട്ടേണ്ടി വന്നു. എന്നിട്ടും കടം തീർന്നിട്ടില്ല. ഇപ്പോൾ ഒന്നുമില്ല. അധ്വാനിച്ച് 21 വർഷമായി അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ നഷ്ടപ്പെട്ട് നിസ്സഹായനായ ഒരു മനുഷ്യൻ. ഒത്തിരിയേറെ സങ്കടം തോന്നിയ മനുഷ്യൻ്റെ ആ വിഷമം കേട്ടിട്ട്. അധ്വാനിച്ചത് മുഴുവൻ നഷ്ടമായി. പക്ഷേ ഈ അധ്വാനിച്ച നാളുകളിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, പണസമ്പാദനം. അതിനുള്ള വഴികൾ തേടുക, അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം, അഹോരാത്രം പരിശ്രമിച്ചു. പണമുണ്ടായി. പക്ഷേ അവസാനം എവിടെ ഇൻവെസ്റ്റ് ചെയ്തോ അവിടെയുണ്ടായ തകർച്ചയിലൂടെ മുഴുവൻ നഷ്ടമായി, കൈകൾ ശൂന്യമായി, ദാരിദ്ര്യത്തിൽ എന്ന് പറയാം അത്രമാത്രം സാമ്പത്തിക മേഖലയെ തകർന്നു പോയി ആ മനുഷ്യൻ. നോക്കുക, ദൈവത്തെ അന്വേഷിക്കാതെ, ദൈവരാജ്യം അന്വേഷിക്കാതെ, ദൈവത്തിൻ്റെ വചനത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കാതെ സ്വന്തം ഇഷ്ടം തേടിയുള്ള യാത്ര ചെയ്ത മനുഷ്യൻ അവസാനം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കൈശൂന്യമായി, പോക്കറ്റ് ശൂന്യമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു വ്യക്തി ഇങ്ങനെ പറയുകയാണ്, അദ്ദേഹത്തിന് ഇപ്പോൾ ക്യാൻസർ രോഗം ബാധിച്ചു. അധ്യാപകനായിരുന്നു, റിട്ടയർ ആയിട്ട് 2 വർഷമായിട്ടുള്ളൂ. ക്യാൻസർ രോഗം ബാധിച്ചു. ഇത്രയും കാലം ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ അദ്ദേഹത്തിന് സമയമില്ലായിരുന്നു. അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചിരിക്കുകയാണ്, എൻ്റെ ക്യാൻസർ സൗഖ്യപ്പെട്ടാൽ ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പ്രഘോഷിക്കും, കർത്താവിന് വേണ്ടി ജീവിക്കും.
എങ്ങനെയുണ്ട്? എൻ്റെ ക്യാൻസർ സൗഖ്യപ്പെട്ടാൽ ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. പെൻഷൻ കഴിഞ്ഞു, 2 വർഷമേ ആയിട്ടുള്ളൂ. ക്യാൻസർ ബാധിച്ചപ്പോഴാണ് ദൈവത്തെ തേടുവാനായിട്ട് ഒരു ധ്യാനത്തിലേക്ക് കൂടുവാനൊക്കെ അദ്ദേഹത്തിന് മനസ്സ് തോന്നുന്നത്. ഇത്രയും നാളോ വർഷങ്ങളോളം അധ്യാപകനായിരുന്നു. തൻ്റെ കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒക്കെ ജീവിച്ചു. നല്ല കാര്യം തന്നെ. മക്കളെയൊക്കെ വിവാഹമൊക്കെ കഴിപ്പിച്ചു. എല്ലാവരുമൊക്കെ നല്ല നിലയിലൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. കുടുംബ പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്നിതാ ക്യാൻസർ രോഗിയായി. ക്യാൻസർ രോഗിയായപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് സൗഖ്യം കിട്ടിയാൽ ഞാനിനി കർത്താവിനെ പ്രഘോഷിക്കും, കർത്താവിനോട് ജീവിക്കും. ആരോഗ്യമുണ്ടായിരുന്ന നാളുകളിൽ കർത്താവിനെ കുറിച്ച് പറയുവാൻ സമയമില്ലായിരുന്നു. ആരോഗ്യമുണ്ടായിരുന്ന നാളുകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സമയം അദ്ദേഹം കണ്ടെത്തിയില്ല. രോഗിയായി തീർന്നപ്പോൾ സൗഖ്യം കിട്ടിയാൽ ഞാനിനി കർത്താവിനെ പ്രഘോഷിക്കും, കർത്താവിന് വേണ്ടി ജീവിക്കും. ഒരു അധ്യാപകനായി ജീവിച്ച നാളുകളിലൊന്ന് കർത്താവിനെ പ്രഘോഷിക്കുവാൻ, കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ, സഭയോട് ചേർന്ന് നിൽക്കുവാൻ ഒന്നും മനസ്സിലായിരുന്നു. രോഗിയായി തീർന്നപ്പോൾ സൗഖ്യം കിട്ടിയാൽ ഞാൻ ഇനിയുള്ള കാലം മുഴുവൻ കർത്താവിന് വേണ്ടി വേല ചെയ്യും. നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വചനം, എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. നിനക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ, സമ്പത്തുണ്ടായിരുന്നപ്പോൾ, നിനക്ക് മറ്റെല്ലാ ജീവിത സാഹചര്യങ്ങളും ഉണ്ടായിരുന്നപ്പോൾ ആഹ്ലാദത്തോടെ നീ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തില്ല. ഇപ്പോൾ രോഗിയായി സൗഖ്യം കിട്ടിയാൽ ശുശ്രൂഷ ചെയ്യാമെന്ന്. അതിനാൽ കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യും. ഹല്ലേലൂയ. നിന്റെ ആരോഗ്യത്തിൻ്റെ നാളുകളിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിന്റെ സമ്പത്ത് കൊണ്ട് കർത്താവിനെ നീ മഹത്വപ്പെടുത്തണം. നിനക്ക് ദാനമായി നൽകിയ മക്കൾ അവർ നന്നായിട്ട് പഠിക്കുമ്പോൾ, ആരോഗ്യമുള്ളവരായി വളരുമ്പോൾ അവരൊക്കെ ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളായിട്ട് മാറേണ്ടതായിരുന്നു. രോഗിയായി, ചികിത്സയിലായി, കിടപ്പിലായപ്പോൾ സൗഖ്യം നിന്ന് കർത്താവ് എഴുന്നേൽപ്പിച്ച് വിട്ടാൽ ഇനിയുള്ള കാലം ഞാൻ കർത്താവിന് വേണ്ടി ജീവിച്ചു കൊള്ളാമെന്ന്. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കണം, ഇനി ആരോഗ്യത്തിൻ്റെ നാളുകളിൽ നീ കർത്താവിനെ മറന്നു ജീവിക്കരുത്. സമ്പത്തുള്ള കാലത്ത് ഒരിക്കലും കർത്താവിനെ മറന്നു നീ ജീവിക്കരുത്. ആരോഗ്യം സമ്പത്തും ഉള്ളപ്പോഴാണ് നമ്മൾ ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തി ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം. നമ്മുടെ സമ്പത്ത് പങ്കുവയ്ക്കണം. ആരോഗ്യമുള്ളപ്പോൾ കർത്താവിന് വേണ്ടി ഓടി നടന്ന് നമുക്ക് പ്രവർത്തിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ട്, അധ്വാനിച്ചു ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇടവക ദേവാലയത്തിൽ 6ാമത്തെ തവണ കൈക്കാരനായിട്ട് ശുശ്രൂഷ ചെയ്യാം. ന്യായമായിട്ട് ജീവിക്കാനുള്ള സാമ്പത്തിക വരുമാന മാർഗമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ആത്മാവ് കൊടുത്തൊരു പ്രേരണ, തൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാറ്റിനും പ്രവർത്തിക്കുകയാണ് മനുഷ്യൻ. 6ാമത്തെ തവണ ദേവാലയത്തിൻ്റെ കൈക്കാരനായിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുക. ഉറപ്പാണ് ആ മനുഷ്യനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിച്ചിരിക്കും. ആരോഗ്യമുള്ളപ്പോഴും കഴിവുള്ളപ്പോഴും സമ്പത്തുള്ളപ്പോഴും യേശുവിനെ പ്രഘോഷിക്കുവാൻ, യേശുവിനെ ലോകത്തിന് കൊടുക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഇടുങ്ങിയ വാതിലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യമേ ജഡത്തിൻ്റെ പ്രവണതകളെ നമ്മൾ നിഗനിച്ച് ആത്മാവിൽ നയിക്കപ്പെടുന്നവരായിട്ട് മാറണം. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്.
അത് കണ്ടെത്തുന്നത് ചുരുക്കം. ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ, ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കുന്ന വാതിൽ അത് ഇടുങ്ങിയതാണ്, അത് വഴി വീതി കുറഞ്ഞതാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കമാണ്. ഇടുങ്ങിയ വാതിൽ, ഇടുങ്ങിയ വഴി, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പസ്തോലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പുണ്യവാൻ നല്ല ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തൊട്ടു. അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു. വലിയ സുവിശേഷകനായിട്ട് അദ്ദേഹം മാറി. സഭ ഏറ്റവുമേറെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് ഗമാലിയേൽ എന്ന മഹാപണ്ഡിതൻ്റെ കാൽക്കീഴിലിരുന്ന് പഠിച്ച വ്യക്തിയാണ്. ഉന്നതമായ വിദ്യാഭ്യാസം ലഭിച്ച വ്യക്തിയാണ്. ഉന്നതമായ അറിവിൻ്റെ ഉടമയായിരുന്നു പൗലോസ് എന്നാണ് ചരിത്രം പറയുന്നത്. കർത്താവിൻ്റെ ഒരു സ്പർശനമുണ്ടായപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. കർത്താവിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുക. ജീവനിലേക്കുള്ള വാതിൽ വഴി ഇടുങ്ങിയതാണ്, ഞെരുക്കമുള്ളതാണ്. ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കപ്പുറം, ഈ ലോകത്തിൻ്റെ ചിന്തകൾക്കപ്പുറം നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ഈ ലോകത്തിൻ്റെ ജീവിതം നശ്വരമായ ഒരു ജീവിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതാനും ആഴ്ച മുൻപ് നമ്മുടെ ഒരു കൺവെൻഷൻ ആലുവായിൽ നടക്കുകയാണ്. അവിടെ നടക്കുമ്പോൾ ആ കൺവെൻഷൻ ഒത്തിരിയേറെ അനുഗ്രഹമായിരുന്നു. എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരനുഭവം. അവിടെ ആംബുലൻസിൽ രോഗികളെ പ്രാർത്ഥിക്കുവാനായി കൊണ്ടുവന്നു. അക്കൂട്ടത്തിൽ ആംബുലൻസിൽ 3 ചെറുപ്പക്കാരെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. 20-22 വയസ്സ് പ്രായം, ഒരു ചെറുപ്പക്കാരന് 18 വയസ്സ് പ്രായം. ഒരാൾക്ക് മാത്രം സംസാരിക്കാനുള്ള കഴിവുണ്ട്. 3 പേരുടെയും ശരീരം പൂർണ്ണമായിട്ട് കഴുത്തിന് കീഴ്പ്പെട്ട് കംപ്ലീറ്റ് തളർന്നു പോയതാണ്. സ്പർശന ശക്തി പോലുമില്ല. ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കും, പൂർണ്ണമായിട്ട് തളർന്നുപോയി. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ കൂട്ടുകാരുകൂടി ലഹരിക്കൊക്കെ അടിമപ്പെട്ട് അങ്ങനെയൊക്കെ തന്നിഷ്ടത്തിനുമൊക്കെ നടന്ന ആ ചെറുപ്പക്കാർ ജീവിതം കൊണ്ട് തകർത്തിരിക്കുക. ഇന്ന് അവിടെ മാതാപിതാക്കന്മാർ വലിയ സങ്കടത്തിലാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മ ഒത്തിരി സങ്കടത്തോടെ കണ്ണുനീരോടെ പറയുക, ഒരേ ഒരു ആൺതരിയേ ഉള്ളൂ, അവന് ബോധമില്ല, അപകടത്തിൽ ക്ഷതം പറ്റി പൂർണ്ണമായിട്ട് തളർന്നു കിടക്കുക, സംസാരിക്കാൻ പോലും ശക്തിയില്ല. മാതാപിതാക്കളാണ് അവനെ ശുശ്രൂഷിക്കുന്നത്. അവൻ്റെ കഴുത്തിലൂടെ ട്യൂബിട്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് തളർന്നുപോയൊരു ചെറുപ്പക്കാരൻ. ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ദൈവത്തെ തേടണം. ലോകത്തിൻ്റെ താല്പര്യങ്ങളും ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും ജഡത്തിൻ്റെ സുഖങ്ങളും ടെലിവിഷനും മാധ്യമങ്ങളും ഇൻ്റർനെറ്റും മോട്ടോർ സൈക്കിളിലുള്ള ക്രൈസും ഇതൊക്കെ ഒരുപക്ഷേ ആത്മനാശത്തിലേക്കും ഒക്കെ നയിക്കാൻ സാധ്യതകളുണ്ട്. ജീവനിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതാ, നിത്യജീവനിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതാ. നിത്യജീവൻ സ്വന്തമാക്കണമോ? നമ്മൾ ജീവിതത്തിൽ പലതും ഉപേക്ഷിക്കേണ്ടി വരും. ജീവിതത്തിൽ പലതും നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരും. യേശുവിനെ സ്വന്തമാക്കണമെങ്കിൽ പലതും നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാതെ യേശുവിനെ സ്വന്തമാക്കാനായിട്ട് പറ്റില്ല. ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളും ലോകത്തിൻ്റെ താല്പര്യങ്ങളും ജഡത്തിൻ്റെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് വരാം. ഇടുങ്ങിയ വഴിയിലേക്കുള്ള ഒരു പ്രവേശനം കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മളെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ആത്മപരിശോധനയ്ക്കുള്ള സമയമാണിത്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് നമ്മളിലെ കുറവുകളൊക്കെ ഒന്ന് കണ്ടെത്തി ഒന്ന് തിരുത്തി നമുക്കൊരു പുതുജീവിതത്തിന് ഒരു തീരുമാനമെടുക്കാം.
ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നിനക്ക് തോന്നുന്ന ദുർദിനങ്ങളും വർഷങ്ങളും നിൻ്റെ ജീവിതത്തിൽ ആഗമിക്കും മുമ്പ് നിൻ്റെ യൗവനത്തിൽ തന്നെ നിൻ്റെ സൃഷ്ടാവിലേക്ക് നീ മടങ്ങി വരിക. നിൻ്റെ യൗവനത്തിൽ തന്നെ നീ ദൈവത്തെ തേടുക. എത്രയോ പേരാണ് മധ്യപ്രായം കഴിഞ്ഞു, സായാഹ്നത്തിലെത്തി, എന്നിട്ടും ദൈവത്തെ തേടാതെ ജഡിക താല്പര്യങ്ങളിലും ലോകമോഹങ്ങളിലും ആസക്തികളിലും ഒക്കെ മുഴുകി ജീവിക്കുന്നവർ. കുദാശ ജീവിതമില്ല, പ്രാർത്ഥനാ ജീവിതമില്ല, നിരീശ്വര പ്രസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർ, ദൈവത്തെ മറന്നു ജീവിക്കുന്നവർ, ദൈവത്തെ തള്ളിപ്പറയുന്നവർ. നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം, അവൻ്റെ മുറിവിലേക്ക് നോക്കാം. ഒരു മടങ്ങിവരവിനായി യേശു നിന്നെ ക്ഷണിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. യേശുവിൻ്റെ ഹൃദയത്തിൽ നിനക്കിടമുണ്ട്. നീ യേശുവിൽ നിന്ന് എത്ര അകന്നു ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, നീ എത്രമാത്രം ദൈവത്തെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണെങ്കിലും, യേശുവിൻ്റെ ഹൃദയത്തിൽ നിനക്കിടമുണ്ട്. യേശു നിന്നെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചു വരാം. ഇടുങ്ങിയ വഴിയിലൂടെ കുരിശുമെടുത്തുകൊണ്ട് ക്രൂശിതൻ്റെ പിന്നാലെയുള്ളൊരു യാത്ര. ഇത് എളുപ്പമല്ല. ഇത് സഹനത്തിൻ്റെ, ഞെരുക്കത്തിൻ്റെ, പീഡകളുടെ, തകർക്കപ്പെടലിൻ്റെ ഒരു അനുഭവമാണ്. അതിലൂടെ മാത്രമേ ക്രിസ്തുവിനെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കത്തുള്ളൂ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വലിയ കൃപകൾ കൊണ്ട് എല്ലാവരും നിറയ്ക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തുതി. ആമേൻ. എൻ്റെ പേര് ലൈമി. ഞാൻ വരാപ്പുഴയിലെ തൊണ്ടത്തുംകടവിൽ നിന്ന് വരുന്നു. 10 വർഷമായി എനിക്ക് ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാനൊരു വീഴ്ചയിൽ എൻ്റെ ഡിസ്കിന് അകൽച്ച വന്നതാണ്. എന്നെ കൊണ്ടാകാത്ത ഹോസ്പിറ്റലുകളൊന്നുമില്ല പറയുകയാണെങ്കിൽ. ഇപ്പം ഞാൻ ഡോൺ തെറാപ്പി ആഴ്ചയിൽ ചെയ്തുകൊണ്ടിരുന്നാണ് മുന്നോട്ട് പോകുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് ചെറിയ ജോലികൾ അതിൽ ഞാൻ ചെയ്യുന്നത്. ഡിസ്ക് തള്ളിയിട്ട് എനിക്ക് നടക്കാൻ പോലും വയ്യാതെ വന്ന സമയത്ത് 3 പേരെന്നെ എടുത്തൊക്കെയാണ് വീട്ടിൽ കയറ്റി ചെയ്തിരുന്നത് ചില സമയങ്ങളിൽ. പിന്നെ സൗഖ്യപ്പെടും, പിന്നെ അതുപോലെ തന്നെ ആവും. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ തലയിൽ കൈതൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ബ്രദർ പറഞ്ഞ് മോള് സൗഖ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇവിടെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല സൗഖ്യപ്പെട്ടിട്ടുണ്ടെന്ന്. എനിക്കൊരു സംശയം, ഒരു നാളെ എനിക്ക് വേദന ഇരിക്കുമോ എന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് ഇന്ന് ഞാൻ എല്ലാ പണിയും ചെയ്ത്, എനിക്ക് കുമ്പിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ കുമ്പിട്ട് നിന്ന് തന്നെ എല്ലാം ചെയ്ത് വെയിറ്റ് എടുക്കരുതെന്നാണ് എന്നോട് പറഞ്ഞയച്ചത്. 2 കിലോ ഭാരം പോലും എടുക്കരുതെന്നാണ് പറഞ്ഞയച്ചത്. ഞാൻ വെയിറ്റ് എടുത്ത് എല്ലാം ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു സംശയം, ഇനിയിപ്പോൾ വരുമെന്ന്. പക്ഷേ ഇതുവരെ എനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. യേശു സ്വസ്ഥ എല്ലാം പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞൊക്കെ കാണിച്ച്, കുഴപ്പമില്ല. കർത്താവിന് നന്ദി. കരമടിച്ചു നന്ദി പറയാം. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു
യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു